നമ്മളുടെ സമൂഹത്തിൽ വളരെ ചെറിയ ശതമാനം വരുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും അവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിച്ചു കൊണ്ടുവരും. ഇതിന് കാരണം നമ്മളുടെ ശരീരത്തിലെ സന്തുലനാവസ്ഥയുടെ വ്യതിയാനമാണ്. നമ്മളെ മനസ്സിനും ശരീരത്തിൻ്റെയും സന്തുലനാവസ്ഥ എന്നും ഒരേപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ത്രികോണാസനം. ഇത് വളരെ ലളിതമായി തോന്നാം, എങ്കിലും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൈക്കും കാലിനും പുറത്തുള്ള പേശികൾക്കും വളരെയധികം ശക്തിയും ആയാസവും ലഭിക്കുന്ന ഒരു യോഗയാണ്. എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കാലുകൾ അടുപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കാം. ആദ്യം ഇടത്തെ കാലിൻ്റെ കാൽപ്പത്തി 90 ഡിഗ്രി തിരിക്കാം. വലത്തെ കാല് നേരെ ഫ്രണ്ടിലോട്ട് വയ്ക്കാം. മാക്സിമം വലിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നോക്കൂ, ഇനി വന്നിട്ട് വലത്തെ കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് പിടിക്കാൻ ശ്രമിക്കാം. ഇനി ഇടത്തെ കൈ നേരെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരെ മുകളിലേക്ക് ഉയർത്താം. കാലും കൈയും ഒരേ ലെവലിൽ നേർരേഖയിൽ വരണം. ഇനി ദൃഷ്ടി കൈപ്പത്തിക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വലത്തെ കൈ നേരെ താഴോട്ട് മാക്സിമം ഇറക്കി കൊണ്ടുവരാൻ ശ്രമിക്കാം. മുട്ട് വളയാതെ പറ്റാവുന്ന പോലെ വലിച്ചു പിടിച്ച് ഇനി 1:2 ക്രമത്തിൽ ശ്വാസം ഉള്ളിലോട്ടും പുറത്തേക്കും എടുക്കാം. ദൃഷ്ടി കൈപ്പത്തിലേക്ക് ഒരു 6 റൗണ്ട് അങ്ങനെ ചെയ്ത് ശേഷം ഇടത്തെ കൈ കൊണ്ടുവരാം. വലത്തെ കൈ വലിച്ചെടുത്ത് പഴയ അവസ്ഥയിലേക്ക് വരാം. ഇങ്ങനെ സ്ഥിരം ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. ആരോഗ്യമുള്ളൊരു വ്യക്തി ഒരു ദിവസം എത്ര സമയം യോഗ ചെയ്യണം, ഏതെല്ലാം യോഗ ചെയ്യണം, പൂർണ്ണ കുംഭ യോഗയുടെ രഹസ്യമെന്ത് എന്നിവയെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ഓൺലൈൻ ക്ലാസ് 40+ റിലീഫ് യോഗ തുടങ്ങുന്നു. കാത്തിരിക്കും.